ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായി നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് വേണ്ട സംസാരിക്കണ്ടെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. 2025 ന്യൂ ഇയർ ആയില്ലേ. ന്യൂ ഇയറിൽ ഇനി എന്നാ സംസാരിക്കാനാണെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സംസാരിക്കാതെ ഇന്നിപ്പം ഒരു ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് ഏകദേശം ഒരു മാസം കൊണ്ട് കേരളത്തിൻ്റെ ഒരു അവസ്ഥ. പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, കേരളം ഒരു ഭ്രാന്താലയമാണ്. എത്രയോ വർഷം മുമ്പ് ആ മനുഷ്യൻ ഇത് മനസ്സിലാക്കി. എത്രയോ വർഷം മുമ്പ് കൃത്യമായിട്ട് ആ മനുഷ്യൻ പറഞ്ഞു. ഇപ്പോഴത് ശരിക്കും പ്രാവർത്തികമായി. കേരളം ഒരു ഭ്രാന്താലയമല്ല, ഡബിൾ ഭ്രാന്താലയമായിരിക്കും. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൊലപാതക കേസ്, ബലാത്സംഗ കേസ്, പീഡനക്കേസ്, അമ്മ കൊച്ചിനെ കൊല്ലുന്ന കേസ്, അപ്പൻ കൊല്ലുന്ന കേസ്, മകൻ അപ്പനെ അമ്മയും ചുട്ടുകൊല്ലുന്ന കേസ്, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന കേസ്, കേസോട് കേസ്, സകല കേസും. കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. പിന്നെ ഇന്ന് രാവിലെ കേട്ട കേസും കൂടെ കേട്ടപ്പോൾ എൻ്റെ പിടി വിട്ടുപോയി, സഹിക്കാൻ പറ്റിയില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പോലും ഈ രാജ്യത്ത് രക്ഷയില്ല. പിന്നെയല്ലേ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൻ്റെ അവസ്ഥ. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും നാട് വിട്ട് ഓടി രക്ഷപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ആദ്യകാലത്തൊക്കെ ഈ കുട്ടികൾ കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും UK ഒക്കെ പോയപ്പം എനിക്ക് തോന്നിയായിരുന്നു, ഇവന്മാരെന്നതായി കാണിക്കുന്നത്. ഈ കേരളത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം രാജ്യമല്ലേ വേണ്ടേ, നമ്മുടെ മാതാവിൻ്റെ പോലെയുള്ള മദർ ടങ്കായിട്ടുള്ള രാജ്യമല്ലേ ഇത്. ഇവിടെ ജോലി ചെയ്യാതെ ഇവന്മാരൊക്കെ ഈ ലോകം മുഴുവൻ ഓടുന്നത് എന്നാന്ന് സത്യത്തിലുണ്ടല്ലോ. നിങ്ങളോടൊക്കെ എനിക്കിപ്പോൾ ബഹുമാനം തോന്നുന്നു. നിങ്ങൾ പോയത് നന്നായി, വളരെ നന്നായി. അല്ലെങ്കിൽ നിങ്ങളിവിടെ കിടന്ന് ഈ ന്യൂസെല്ലാം കണ്ട്, ഈ കൊലപാതകവും കണ്ട്, ഈ പരിപാടികളെല്ലാം കണ്ട് നിങ്ങളാകെ വയലൻ്റായേനെ, നിങ്ങൾ ചങ്കത്തടിച്ച് കാറിയേനെ. നിങ്ങൾ പോയേന്. എനിക്ക് ആദ്യം ഒരു ചെറിയ നീരസം ഉണ്ടായിരുന്നു. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഇവരെല്ലാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്നാകുമെന്ന്. എന്നെക്കാളും മുമ്പ് പിള്ളേർക്ക് അതെല്ലാം മനസ്സിലായി, ഇവിടെ നിന്ന ഒരു രക്ഷയില്ലെന്ന്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഇച്ചിരി കൃഷി ചെയ്തേക്കാമെന്ന് വിചാരിച്ചാൽ പുലിയ, ആന, പന്നി, പോത്ത് എന്ന് വേണ്ട ചുറ്റുമുള്ള വനത്തിൽ നിന്ന് മൃഗങ്ങൾ ഇങ്ങനെ ഇറങ്ങുവാണ്. ഈ മൃഗങ്ങൾക്ക് എന്നാ പറ്റി ഇതുവരെ കേൾക്കാത്തതും കാണാത്തതുമായത്. ഈ മൃഗങ്ങൾക്ക് പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു സംഭവമുണ്ട്. എൻ്റെ വീട്ടിൽ 2 പൂച്ചയുണ്ട്. രണ്ടും കണ്ടം പൂച്ചകളാണ്. പക്ഷെ ഒരു പൂച്ച അവിടെ ഉള്ളപ്പോൾ മറ്റേ പൂച്ച വരാൻ അവൻ സമ്മതിക്കത്തില്ല. കഴിഞ്ഞ ദിവസം അവൻ വേറൊരുത്തം വന്നപ്പോൾ അവനെ കടിച്ചോടിച്ച് നിന്ന ഒരു രംഗമുണ്ട്, വീഡിയോ ഞാനിട്ട് കാണിക്കാം. ഇവനില്ലാത്തപ്പോൾ നോക്കിയാൽ അവൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ വനത്തിൽ ഈ മൃഗങ്ങൾ തമ്മിൽ കടിയാൻ തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം ചത്ത പുലിയുടെ കഴുത്തേലൊരു വലിയ മുറിവുണ്ടെന്ന് പറഞ്ഞല്ലോ. അതേതെങ്കിലും പുലി വനത്തിൽ നിന്ന് കടിച്ചിട്ട് ഇവനെ തിരിച്ച് കയറ്റാൻ പറ്റാതെ ഇവൻ പാവില കിടന്ന് കറങ്ങുന്നതാണ്. അപ്പോൾ വനത്തിനകത്തും സംഘർഷമാണ്, അവിടെ അലമ്പാണ്. മൃഗങ്ങൾ തമ്മിലും ഭയങ്കര വൈരാഗ്യത്തോട് പെരുമാറുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ പോലീസുകാരൻ്റെ കാര്യം പറഞ്ഞ പോലെ, പോലീസുകാരന് ശരിക്കും ഇയാളെ ഇന്നലെ കാരിത്താസിലെ ഹോസ്പിറ്റലിനടുത്ത് തള്ളകത്തുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു തട്ടുകടയിൽ രാത്രി 1 മണിക്ക് ഒരു സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷം ഉണ്ടായ കടയിലേക്ക് പോലീസുകാരൻ ഡ്യൂട്ടി കഴിഞ്ഞ് ചെല്ലുന്നു. അപ്പോൾ സംഘർഷം ഉണ്ടായ മറ്റേ ആൾക്ക് പോലീസുകാരനെ അറിയാമായിരുന്നു. അതുകൊണ്ട് നിന്നെ പിടിക്കാൻ പോലീസുകാരൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ പോലീസുകാരനെ അയാളെ പിടിക്കാൻ ചെന്നൊന്നുമല്ല. അയാൾ പോയ വഴിക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയതായിരിക്കും, രാത്രി ആയതുകൊണ്ട്. അപ്പോൾ എന്നെ പിടിക്കാൻ വന്ന പോലീസുകാരനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അയാളെ ആക്രമിച്ച് ചവിട്ടി താഴെയിട്ട് ചവിട്ടി പൊട്ടിച്ചു. ചങ്കിനിട്ട് ചവിട്ടി അയാളെ കൊന്നു കളഞ്ഞു. അപ്പം ഇത്രയും ആരോഗ്യമുള്ള നല്ല ട്രെയിനിങ് കിട്ടിയ ഒരാളാണെന്ന് ഓർത്തോളം പോലീസുകാരനെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യനല്ല അദ്ദേഹം. അത് വലിയ പ്രായമൊന്നുമില്ല, 41 വയസ്സ്, 2-3 കുട്ടികളും ഭാര്യയുള്ള ഒരു മനുഷ്യൻ. അയാളുടെ ജീവിതം ഇവൻ നശിപ്പിച്ചു. ഇവൻ്റെ തലയിൽ എന്നതാ, ഇവൻ എന്ത് മയക്കുമരുന്ന് അരച്ചിട്ടാന്ന് എനിക്കറിയില്ല. എന്നാണേലും അവൻ്റെ ജീവിതം പോയി, ആ പോലീസുകാരൻ്റെ ജീവിതം പോയി. അയാളെ പെട്ടെന്ന് കാരിത്താസ് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അത്ര ദാരുണമായ ഒരു സംഭവം. അപ്പം നിയമപാലകരായ
നിയമം പാലിച്ച് നമുക്ക് സംരക്ഷണം തരണ്ട, നമ്മളെ രക്ഷിക്കണ്ട, നമ്മളെ നോക്കണ്ട പോലീസുകാരനെ ചവിട്ടിക്കൊല്ലുന്ന കാലം, കലികാലം. അല്ലാതെ ഇപ്പം എന്താ പറയാൻ പറ്റും? മൃഗങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അമിതമായ മയക്കുമരുന്ന് ഉപയോഗം. പിന്നെ കൂട്ടുകാരൻ എന്തോ ചോദിച്ചെന്ന് പറഞ്ഞ് കുത്തിക്കൊല്ലുന്നു. ഇന്നലെ ഞാൻ ആലപ്പുഴ കണ്ടു, ഒരു കടയിൽ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് തിരിച്ചാളുമായിട്ട് വന്ന് തല്ലുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് ഇവിടെ വ്യാപകമായ പിന്നെ ആണോ ഇതെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ആണെന്ന് പറയേണ്ടി വരും. എന്നാൽ ഇത് മയക്കുമരുന്ന് മാത്രമാണോ എന്നും എനിക്ക് സംശയമുണ്ട്. മറ്റ് ചില ഘടകങ്ങളും ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ മെയിനായിട്ട് പറയുമ്പോൾ ഉള്ള ഒരു സംഭവം, ഇപ്പം 1985 വരെ നമുക്കിവിടെ ഡ്രഗ് നിയന്ത്രിച്ചിരുന്നില്ല. നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻ ചെയ്യാതിരുന്ന പുതിയ ആക്ട്, ഡ്രഗ് കൺട്രോൾ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടായത് 1985-ലാണ്. അതിനു മുമ്പ് ഇവിടെ കഞ്ചാവും OPM എന്ന് പറയുന്ന കറുപ്പും നിയമപരമായിട്ട് ഉപയോഗിക്കാവുന്ന സാധനമായിരുന്നു. പണ്ട് കാരണന്മാരൊക്കെ കറുപ്പ് തിന്നുന്ന കണ്ടിട്ട് കാണും. എൻ്റെ വല്യപ്പനൊക്കെ കറുപ്പ് പണ്ടത്തെ ആൾക്കാരൊക്കെ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന മരുന്നായിട്ട് ഉപയോഗിക്കുന്ന 3 സാധനങ്ങളാണുണ്ടെന്ന്. ഒന്ന് കൊക്കൈന്, ഒന്ന് OPM എന്ന് പറയുന്ന കറുപ്പ് എന്ന് പറയുന്ന സാധനം, പിന്നെ നമ്മുടെ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം. ഈ 3 സാധനങ്ങളും പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. വലിയ കുഴപ്പമുള്ള സാധനങ്ങളല്ല. ഈ മയക്കുമരുന്നുകളെ വെച്ച് നോക്കുമ്പോൾ MDMA പോലെയോ മറ്റേ LSD എന്ന് പറഞ്ഞ് മറ്റേ നാക്കിലിടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് LSD ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന സാധനം എന്നാണ് പറഞ്ഞത് MDMAക്കാരും. ഇപ്പം നമുക്ക് ഈ 3 സാധനങ്ങളും 1985-ന് ശേഷമാണ് ഇന്ത്യയിൽ നിരോധിച്ചതും പുതിയ ആക്ട് വന്നതും. ഈ ആക്ട് വന്നതിന് ശേഷമാണ് ഈ മയക്കുമരുന്നുകൾ ഇന്ത്യയിൽ വന്നു തുടങ്ങിയത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വന്നു കയറി അവരും ഒത്തിരി ഇതൊക്കെ കൊണ്ടുവന്ന് അവരിത് ഉപയോഗിക്കുന്നത് കണ്ട് നമ്മുടെ ആൾക്കാർ ഇത് ഉപയോഗിച്ച് ഇതിനകത്ത് വരുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അറിയാതെ നമ്മുടെ ഫുഡിലോ മറ്റ് കാര്യങ്ങളിലോ പാനീയത്തിലുമൊക്കെ സ്വല്പം മയക്കുമരുന്നിട്ട് തന്നാൽ, MDMA ഒക്കെ സ്വല്പം തന്നാൽ, ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചു, 2 പ്രാവശ്യം ഉപയോഗിച്ചു, 3 പ്രാവശ്യം ഉപയോഗിച്ചു, അങ്ങനെ 2 പ്രാവശ്യം കഴിയുമ്പോഴേ നമ്മളൊരു ടൂളായിട്ട് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു കൺട്രോൾ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ഈ കൊച്ചു കുട്ടി വന്നു കഴിയുമ്പോൾ, ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യും ഇത് ചെയ്യും മറ്റേ അത് പിടിക്കും ഇത് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും നോ, അത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട്. അപ്പോൾ ഇവനിത് എന്നുള്ള രീതിയിൽ എന്ത് കാണുന്നു ഈ കൊച്ചിനൊരു കൗതുകമാണ്. ഈ കൗതുകം കാരണം കൊച്ചിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ നോ എന്ന് പറയും. പിന്നെ കാരണവന്മാരുടെ താല്പര്യം അനുസരിച്ച് നോ പറയും. അപ്പം അങ്ങനെ നോ പറഞ്ഞ് ഒരു ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് നിയമമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പോലീസുണ്ട്, അങ്ങനെ ചെയ്താൽ നമുക്ക് പ്രശ്നമാണ്, നമ്മൾ ജയിലിൽ പോകുന്നുള്ള ഇത് വെച്ച് നമ്മുടെ ബ്രെയിനിലെ നോ വർക്ക് ചെയ്യുന്നു, യെസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ 2 സ്വിച്ചാണെന്ന് വെച്ചിരിക്കുക, ഓൺ ആക്കുന്ന സ്വിച്ചും ഓഫ് ആക്കുന്ന സ്വിച്ചും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മദ്യം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കുമ്പോൾ, ഈ മദ്യം കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ഒരു 5 പേര് കൂടി ഒരേ ടൈപ്പ് മദ്യവും കഴിച്ചെന്ന് വിചാരിക്കുക. ഈ 5 പേര് ഒരേ ടൈപ്പ് മദ്യം കഴിച്ചാലും ഒരുത്തന് ഭയങ്കര സന്തോഷമായിരിക്കും, ശരിക്കും ഒരുത്തന് ഭയങ്കര ഉത്തേജനമായിരിക്കും, അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അവൻ ചാടിത്തുള്ളി നടന്ന് പാട്ടായി ഡാൻസായി കൂട്ടുകാരുമായിട്ട് ഭയങ്കര ഇൻട്രാക്ഷനായി, ഭാര്യയെ ഫോൺ വിളിക്കുന്നു, മക്കളെ ഫോൺ വിളിക്കുന്നു, ആകെ ബഹളം. വേറെ ഒരുത്തനോ, അയ്യോ എന്നെ കൊണ്ടൊന്നും മേലെ, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഞാൻ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു വിഭാഗം ആൾക്കാർ. ചില ആൾക്കാർ കരച്ചിലായി, ബഹളമായി, സെൻറ്റിമെൻ്റലായി, എന്നോട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റേ ചെയ്തു, അപ്പൻ അങ്ങനെ ചെയ്തു, അമ്മ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് സെൻറ്റിമെൻ്റലായ ഡയലോഗുകളായിട്ട് ഓരോരോ ഭാവങ്ങൾ കാണിക്കും. പിന്നെ അടുത്ത ഒരു വിഭാഗം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വളരെ സൂക്ഷിക്കണം. അവർ വയലൻ്റ് ആവും, അടിയുണ്ടാക്കും, കുത്തുണ്ടാക്കും, അവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ച് നശിപ്പിക്കണമെന്ന് തോന്നും. അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ. ചില ആൾക്കാർക്ക് വയറ്റിലാണ് പ്രശ്നം, വാള് വെക്കും, പിന്നെ അവിടെ എല്ലാം ആകപ്പാടെ നാശമാക്കും. അങ്ങനെ പല സ്വഭാവങ്ങളാണ് എടുക്കുന്നത്. എന്തെന്നാൽ ഇവരെല്ലാം പക്ഷേ കഴിച്ചതെല്ലാം ഒരേ സൈസ് സാധനമാണ്, ഒരേ മദ്യമാണ് കഴിച്ചെങ്കിലും 5-6 സൈസ് 6 പേര് കഴിച്ച 6 പേരുടെ
സ്വഭാവം, അവൻ്റെ അപ്പനാരാണോ അമ്മയാരാണോ, അവൻ്റെ ജീൻ എങ്ങനെയാണോ, അവൻ്റെ തായി എങ്ങനെയാണോ വന്നിരിക്കുന്നത്, ആ തായി അനുസരിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ് അവിടെ കാണിക്കും. തറയായ സ്വഭാവമുള്ള ആൾക്കാരുടെ മക്കളാണ് തറയായിട്ട് കാണിക്കും, നല്ല സ്റ്റാൻഡേർഡുള്ള ആൾക്കാരുടെ മക്കളാണ് സ്റ്റാൻഡേർഡായിട്ട് കാണിക്കും. അപ്പം അവൻ്റെ ഉള്ളിലുള്ള ജീന്, അവൻ ഈ പ്രായം മുഴുവൻ വളർന്നു വന്ന, അമ്മയുടെ ഉദരത്തിലായപ്പോൾ തൊട്ട് വളർന്നു വന്ന രീതിയിലുള്ള അവൻ്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും ഇത് പുറത്തു വരും. എന്നാ പുറത്തു വരുന്നറിയോ? ഈ മദ്യം കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ സ്വിച്ച് അങ്ങ് വീഴും, ഓൺ എന്നുള്ള സ്വിച്ച് അങ്ങ് വീഴും. മദ്യമല്ല, മയക്കുമരുന്ന് അടിച്ചാലും അങ്ങനെ തന്നെ. മദ്യത്തിന് അത്ര അഡിക്ഷൻ ഇല്ല, മയക്കുമരുന്നിന് നല്ല അഡിക്ഷനാണ്. രാസമയക്കുമരുന്നിന് ഭയങ്കര അഡിക്ഷനാണ്. നമ്മുടെ ആദ്യം കഴിക്കുമ്പോൾ നല്ല ഉത്തേജനം തോന്നിയാലും രണ്ടാമത് കഴിക്കുമ്പോൾ അത്ര ഉത്തേജനം തോന്നിയാലും മൂന്നാമത് കഴിക്കുമ്പോൾ നമ്മുടെ നാഡീ നരമ്പുകൾ, നമ്മുടെ എല്ലാ സിസ്റ്റവും, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ചിലർ പറയും ബ്രെയിനിലാണ്, അല്ല താഴെയാണ്, ചങ്കിലാണെന്നൊക്കെ പറയും. എങ്ങനെയാണ്? മനസ്സിനെ തളർത്തി നമ്മളെ ഒരു കഴിവില്ലാത്തവനാക്കി നമ്മൾ ഇതിൻ്റെ അടിമയായി ഒരു ഉപകരണം പോലെയായി മാറുന്ന ഒരു തലമുറ തന്നെ നശിക്കുന്ന കൊടിയ ഭീകരനാണിവൻ. അപ്പോൾ ഇത് കഴിവതും മക്കളെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരും ഉപയോഗിക്കരുത്. ഇനി അറിയാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സംവിധാനമുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒത്തിരി സംവിധാനമുണ്ട്. ഗവൺമെൻറ് നിങ്ങളെ സഹായിക്കും, പോലീസ് നിങ്ങളെ സഹായിക്കും, മറ്റു പല സംവിധാനങ്ങളും നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ആദ്യം പറയുക, സമൂഹത്തോട് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ എസിൻ്റെ ബട്ടൺ ഓണാകുന്നു, മയക്കുമരുന്ന് കഴിക്കുന്നു, മദ്യം കഴിക്കുന്നു, എന്തെങ്കിലും നെഗറ്റീവ് പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു, എസ് ഓണായി എല്ലാം ഈ പറഞ്ഞ പോലെ 5-6 രൂപം വരുന്നു. യഥാർത്ഥത്തിൽ നിൻ്റെ ജീൻ എന്താണ്, നിൻ്റെ അപ്പൻ എന്താണ്, നിൻ്റെ അമ്മ എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്, ആ സ്വഭാവമായിരിക്കും നിങ്ങൾ അവിടെ ഇറക്കുന്നത്. കാരണം നോ ബട്ടൺ വർക്ക് ചെയ്യല. ഈ മദ്യം ചെയ്യുമ്പം നോ എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ ഇങ്ങനെ കുഴപ്പമുണ്ട്, ഇത് ചെയ്താൽ അങ്ങനെ കുഴപ്പമുണ്ടെന്നുള്ള നോ ബട്ടൺ ഉണ്ടല്ലോ. അതായത് നമ്മുടെ യഥാർത്ഥ രൂപം പുറത്ത് വരാതിരിക്കാൻ സമൂഹത്തെ പേടിച്ച്, മറ്റുള്ളവരെ പേടിച്ച് നമ്മൾ ഒതുങ്ങി പാത്ത് നടക്കുന്ന ഒരു സ്വഭാവം. ആ സ്വഭാവം വർക്ക് ചെയ്യുന്ന സ്വിച്ച് ഓൺ ആകുകയില്ല. അതാണ് ഈ മയക്കുമരുന്നിൻ്റെ പ്രശ്നം. ആ സ്വിച്ച് ഓണാകെ വരുമ്പോൾ നിങ്ങൾ തോന്നുന്ന പോലെ പ്രവർത്തിക്കും. റിയലായിട്ട് നിങ്ങൾ ആരാണെന്നുള്ളത് അപ്പോഴാണ് പുറത്തു വരുന്നത്. നിങ്ങൾ വയലൻ്റ് ആളാണോ, നല്ല സ്വഭാവമുള്ള ആളാണോ, നിങ്ങളുടെ കാർന്നവന്മാരെങ്ങനെയുണ്ട്, നിങ്ങളുടെ തലമുറകളായ ജീൻ എങ്ങനെയുണ്ട്, അത് ശരിക്കും പുറത്ത് വന്ന് അത് നിങ്ങളുടെ കൂട്ടുകാരറിയും, നാട്ടുകാരറിയും, പൊതുജനം അറിയും, ഗവൺമെൻറ് അറിയും, പോലീസ് അറിയും. നിങ്ങൾ ജയിലിൽ പോയി കിടക്കും. ഏറ്റവും കൂടുതൽ അന്നേരം സങ്കടം വരുന്നത് നിങ്ങളുടെ അമ്മയ്ക്കായിരിക്കും. അമ്മയുടെ ചങ്ക് പൊട്ടും. അമ്മ നൊന്ത് പ്രസവിച്ച അമ്മ, പിന്നെ അപ്പൻ, നിങ്ങളെ വളർത്ത അപ്പൻ. ഈ അപ്പന് സഹിക്കാൻ പറ്റിയല്ല. കുഞ്ഞായിരുന്നവരും കാലായിരുന്നപ്പോഴും വളർത്തി നിങ്ങളെ ഇത്ര ആക്കിയത് ഈ MDMA കഴിക്കാനല്ല, ഈ മദ്യം കഴിക്കാനല്ല. നിസാര നേരത്തെ ഒരു പെട്ടെന്നുള്ള ഒരു വയലേഷൻ വന്ന് കൂട്ടുകാരനെ കുത്തിക്കൊല്ലുക, കാമുകയെ അടിച്ചു കൊല്ലുക. കാമുക കഴിഞ്ഞ സ്വർണം മരിച്ചിട്ടുണ്ട്. ഞാനിതൊന്നും പേരെടുത്ത് പറയുന്നില്ല, കാരണം പേരെടുത്ത് പറയാനേ എനിക്ക് തോന്നുന്നില്ല. കൊച്ചിനെ കൊണ്ട് കിണറ്റിലിടുക, ഇതൊക്കെ ആര് ചെയ്താലും അതിനുള്ള ശിക്ഷ എല്ലാവർക്കും കിട്ടും. നിങ്ങൾ അതുപോലെ ഒരാളാകാതിരിക്കാൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഞാൻ ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങളും ശ്രദ്ധിക്കുക, ഓരോരുത്തരും ശ്രദ്ധിക്കുക. അപ്പോഴാണ് പ്രശ്നങ്ങൾ തീരുന്നത്. ഈ മൊബൈൽ ഫോണിൽ കൂടെ ഉള്ള ഒത്തിരി ബന്ധങ്ങളും അതും ഇതും ഒക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം അതിൻ്റെതായ ഒരു രീതിയിൽ സത്യസന്ധമായിട്ട് പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അപ്പം നോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. പണ്ട് കൊച്ചിനോട് തീയെ പോയി പിടിക്കുമ്പോൾ തീയെ തൊട്ടാൽ തീ പൊള്ളുമെന്ന് കൊച്ചിനോട് കാരണവന്മാർ പറഞ്ഞാലും കൊച്ചു പോയി ഒന്ന് തൊട്ട് നോക്കി ചിലപ്പോൾ പൊള്ളിക്കഴിയുമ്പോൾ കൊച്ചിനെ മനസ്സിലാവും, പിന്നെ കൊച്ചു തീ പൊള്ളിയല. അതുകൊണ്ട് പണ്ടൊരു പഴഞ്ചൊല്ലിയുണ്ട്, അനച്ച വെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കുമെന്ന്. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പം അനച്ച വെള്ളത്തിൽ ചാടിയാൽ ഈ അനച്ച വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് വെന്ത് സൂപ്പായി പോകുന്ന അനച്ച വെള്ളമാണ്. അതുകൊണ്ട് കഴിവതും അതിനകത്ത് ചാടാതിരിക്കുക. കൂട്ടുകാർ പലത് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്, നമ്മളിങ്ങനെ പറന്നു പോകും, ഉത്തേജനം കിട്ടും. ശരിയാ, പല സ്വഭാവങ്ങൾ കിട്ടും. ചിലർക്കൊരു ഈ MDMA പോലെയുള്ള രാസപദാർത്ഥം കഴിയുമ്പോൾ ആദ്യം ഒരു ഉത്തേജനം ഇങ്ങനെ തോന്നുമോ, ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സംഭവമായിരിക്കും, നല്ല രസമാണ്, ഇങ്ങനെ പറന്ന് കിടക്കാമെന്നൊക്കെ തോന്നും. അത് ആദ്യത്തെ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേ ഉള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം അത്രയും സുഖം തോന്നിയല്ല. മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ അഡിക്ഷനായി, നിങ്ങൾക്കൊരു സുഖം തോന്നിയല്ല. പിന്നെ ഈ സാധനം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു സുഖക്കുറവ് തോന്നുകയുള്ളൂ. മനസ്സിലായോ? പിന്നെ ഈ സാധനം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമല്ല തോന്നുന്നത്, സുഖക്കുറവാണ് തോന്നുന്നത്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല പദ്ധതികളും കാണിക്കും. അതോടെ നിങ്ങളുടെ ജീവിതം നശിക്കും, നിങ്ങൾ ജയിലിൽ പോകും, നിങ്ങൾക്ക് പിന്നെ സമൂഹത്തിലേക്കൊരു തിരിച്ചുവരവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ.
എല്ലാവരും ഒന്ന് മാറണം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഇങ്ങനെ ഈ കുറേ സ്വാമിമാരോ പൂജ നടത്തുന്നവർ, പിന്നെ പ്രാർത്ഥനക്കാർ, അങ്ങനെ കുറേ ആൾ ദൈവങ്ങളുണ്ട്. ഈ ആൾ ദൈവങ്ങളുടെ പുറകെ നടന്ന് അന്ധവിശ്വാസത്തിൽ വീണിരിക്കുകയാണ് കേരളം ഒട്ടുക്ക്. എന്തെല്ലാം സംഭവങ്ങളാണ്. നിങ്ങൾ ഓരോന്നോരോന്നൊന്ന് ഓർത്ത് നോക്കി. ഒരു 2 സ്ത്രീകളെ കൊണ്ട് തുണ്ടമായിട്ട് പീസാക്കി കുഴിച്ചിട്ട് ലോട്ടറി വിറ്റ്, ഇതൊന്നും ഓർക്കാനേ എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നത് കേട്ടു, ഈ പണി തന്നെ അങ്ങ് നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കൊലപാതകത്തിൻ്റെയും പീഡനത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും അപ്പനെ അമ്മയും ചുട്ടുകൊന്ന കഥയും അപ്പനെ അമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കഥയും സ്വന്തം കുഞ്ഞിനെ കൊണ്ട് കിണറ്റ് വലിച്ചെറിഞ്ഞ് കൊല്ലുന്ന കഥയും കാമുകന് കഷായം കൊടുത്ത് കൊല്ലുന്ന കഥയും അമ്മായിപ്പനെയും ഭർത്താവിനെയും മക്കളെയും കൊച്ചിനെയും എല്ലാം സൈനൈഡ് കൊടുത്ത കഥയും, ഇത് കേരളത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇത് വേറെ ഉത്തരേന്ത്യയിലൊന്നുമല്ല, കേരളത്തിൽ തന്നെ നടക്കുന്നത്. അത്രയും കേരളം നശിച്ച് നാറാണക്കല്ല് പിടിച്ചിരിക്കുന്നത് ഈ കേരളത്തിൽ വന്നിരിക്കുന്ന ഒത്തിരി ആൾക്കാരുടെ തെറ്റായ രീതികളും കാര്യങ്ങളും കൊണ്ടാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തിനോട് എതിരുള്ളവർ ഇവിടെ കടന്ന് പലരും കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്കറിവ്. ചിലരെയൊക്കെ എറണാകുളത്തൊക്കെ കഴിഞ്ഞ ദിവസം പിടിച്ച സംഭവമൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. എനിക്കിപ്പോൾ ആകെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരായ പിള്ളേരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിങ്ങനെയുള്ള ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ നല്ലവരായിട്ട് നിങ്ങൾ വേണം ഈ നാടിനെ നയിക്കാൻ, നിങ്ങൾ വേണം ഈ നാടിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് ഈ പുതിയ തലമുറയോട് പറയാനുള്ളത്, നമുക്ക് ഈ പലയിടത്തും ചെല്ലുമ്പോൾ സാമ്പിളാണ് ഒരു ഇച്ചിരി കഴിച്ചു നോക്കുന്ന പറഞ്ഞു സാമ്പിൾ തരാറുണ്ട് പല സാധനവും. ഒരു സാധനവും സാമ്പിൾ മേടിച്ച് നിങ്ങൾ കഴിക്കരുത്. കഴിവെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുത്. ഹോട്ടലുകളിൽ നമുക്ക് വിശ്വസിക്കാവുന്ന നമുക്കറിയാവുന്ന ഹോട്ടലുകളിൽ നിന്ന് മാത്രം കഴിക്കുക. അല്ലാതെ ഈ വഴി സൈഡുകളിലുള്ള തട്ടുകട അങ്ങനെ നമുക്ക് ഒരു അഡ്രസ്സും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ മേടിച്ച് ഫുഡ് കഴിക്കാതിരിക്കുക. ഒരു സ്ഥലത്തൊന്നും കഴിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഐസ്ക്രീം തിന്നണേലോ പുഡിങ് തിന്നണേലോ നല്ല കാര്യങ്ങൾ തിന്നെ നിങ്ങൾ വീട്ടിൽ വന്ന് നിങ്ങളുടെ അമ്മയോട് പറഞ്ഞ് അമ്മയെ കൊണ്ട് ഉണ്ടാക്കിച്ച് കഴിക്കുക. നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് വഴിയാണ് നമുക്ക് ഈ മയക്കുമരുന്നുകൾ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ, ചില മുട്ടായി നമുക്ക് കഴിച്ചാൽ, ആ മുട്ടായി ആ സമയമാകുമ്പോൾ പിള്ളേർ കിടന്ന് ബേളം വെക്കുന്നത് കണ്ടിട്ടില്ലേ? അതിനകത്തെല്ലാം ചെറിയ രീതിയിലുള്ള മയക്കുമരുന്ന് കലർത്തിയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ചതിക്കുഴികൾ മനസ്സിലാക്കണം. ഈ ചതിക്കുഴികൾ വീണ് ജീവിതം മുഴുവൻ വെറുതെ ആയിപ്പോവും, ജീവിതം വെറുതെ നശിച്ചു പോവും, മുമ്പോട്ട് ജീവിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ആൾ ദൈവങ്ങളായിട്ട് വരുന്ന ഈ പൂജാരികളും ദുർമന്ത്രവാദികളും പ്രാർത്ഥനക്കാരും ഇവന്മാരൊന്നും അല്ല ദൈവം എന്ന് പറയുന്നത്. ദൈവം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് വിളിക്കാവുന്ന ദൈവമുണ്ട്, ദൈവത്തോട് നേരിട്ട് പറയാം. ഇവന്മാരൊക്കെ നമ്മളെ ചൂഷണം ചെയ്യാനും ലക്ഷക്കണക്കിന് കടം കഴിഞ്ഞ ദിവസം കൊച്ചു മരിച്ച അമ്മയ്ക്കുണ്ടെന്ന് പറയുന്നത് കേട്ടു. അത് പൂജാരി കൊണ്ടാന്ന് പറയുന്നത് വേറെ നാട്ട് എങ്ങനെയാ ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്, ആ മറ്റേ പയ്യന് പൈസ പോലും എണ്ണാൻ അറിയത്തില്ലാത്ത പയ്യനാണെന്ന് അവൻ്റെ കൂടെ പഠിച്ചോൻ പറയുന്നത് കേട്ടു. ഇവൻ ഒരിക്കലും കൊല്ലുകയില്ലെന്ന് പറയുന്നത് കേട്ടു. വാട്സാപ്പ് ചാറ്റ് ചെയ്യാൻ പോയിട്ട് വാട്സാപ്പ് പോലും ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തവനാണെന്ന് വേറൊരാൾ പറയുന്നത് കേട്ടു. അങ്ങനെ എന്തെല്ലാം ദുരൂഹതകളാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നറിയോ. അപ്പോൾ വഴിയെ പോയ പോലീസുകാരനെ ചവിട്ടിക്കൊല്ലുന്ന കാലം. പോലീസുകാരന് നീതിയില്ല. പിന്നെ 2 വയസ്സുള്ള കൊച്ചിൻ്റെ കാര്യം പറയണോ? കൊച്ചിനെ കൊന്നു കളഞ്ഞു. ആരോട് പറയാൻ? കേട്ടിട്ട് സങ്കടം. എന്നാ നല്ല സുന്ദരിയായ കൊച്ചായിരുന്നു, ആരോട് പറയാൻ, എന്തു പറയാൻ. അപ്പം അത്രയും മോശമായ അവസ്ഥയിൽ ഇത് കേരളത്തിൽ തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത്? എന്ത് നല്ല ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ നാട്, നല്ല വിദ്യാഭ്യാസം ബോധവും വിവരമുള്ള മനുഷ്യർ, 100% സാക്ഷരത. നോർത്ത് ഇന്ത്യയിലെ പോലത്തെ ജനങ്ങളല്ല, ബുദ്ധിയും ബോധമുള്ള നല്ല മനുഷ്യർ. ഇങ്ങനെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത മനുഷ്യരായത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മൃഗങ്ങൾക്ക് ഇന്നും ഒരു കടുവ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും രാവിലെ കടുവയുടെ കാലിൻ്റെ പാട് കണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കടുവ ചത്തു, ഒരുത്തനെ പിടിച്ചുകൊണ്ട് മൃഗശാലയിലാക്കി, അടുത്തവൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ആന ഇറങ്ങുന്നു, മൊത്തത്തിലാകപ്പാട് എന്തൊക്കെയോ സംഭവിക്കുന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നത് കഴിവതും വീട്ടിൽ നിന്ന് കഴിക്കുക, പുറത്തുള്ള സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിക്കാതിരിക്കുക, വല്ലവരും തരുന്ന ജ്യൂസൊന്നും മേടിച്ച് കുടിക്കാതിരിക്കുക, സ്നേഹത്തോട് തരുന്ന മുട്ടായികളൊന്നും കഴിക്കാതിരിക്കുക. ഇപ്പോൾ ഈ വിഷയം ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ഇത് പറഞ്ഞാലും തീരാത്തൊരു വിഷയങ്ങളാണ്. പിന്നെ നമുക്ക് അസുഖങ്ങൾ വരുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ഇതിൽ സംസാരിക്കാം.
അപ്പോൾ തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒത്തിരി വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.